നമസ്കാരം കൂട്ടുകാരെ. ജയിലിൽ വളരെയധികം കഷ്ടപ്പാടുകളും മറ്റും സഹിച്ച് ജീവിതം പോലും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ പ്രതിരോധിക്കേണ്ടി വന്ന് കൊലപാതകിയൊക്കെ ആവണ്ടി വന്ന ഒരു സാധാരണ മനുഷ്യൻ. അയാളുടെ അമ്മ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സയിലായിരുന്നു. അമ്മയെ അവസാനമായി അയാൾ കാണാനെത്തുകയാണ്. അന്നായിരുന്നു അയാളുടെ അമ്മ മരണപ്പെടുന്നതും. അതുവരേക്കും തന്റെ അമ്മയെയോർത്ത് അടക്കി വെച്ചിരുന്ന പ്രതികാരം അതോടെ അയാളുടെ ഉള്ളിൽ ആളിക്കത്തുകയാണ്. അവിടെ നിന്നും ജയിലിലേക്ക് പോവാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. തന്റെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടിച്ചിട്ട് അയാൾ അന്ന് തന്നെ ജയിലിലാക്കിയവരെ കണ്ടെത്താൻ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അയാൾക്ക് തന്റെ പ്രതികാരം നടത്തിയെടുക്കാൻ സാധിക്കുമോ? അയാൾ എന്തിനാണ് ജയിലിൽ പോയത് എന്നുള്ളതാണ് 2019 പുറത്തിറങ്ങിയ അവെഞ്ച്മെന്റ് എന്ന കഥയുടെ ചുരുക്കം. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ലൈക്കും കമന്റും ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് ആയി വിലയിരുത്തപ്പെട്ടിട്ടുള്ള ആ ഒരു കുറ്റവാളിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ക്ലെയിൻ ബർഗസ് എന്നായിരുന്നു അയാളുടെ പേര്. ബർഗസിനെ അന്ന് പോലീസുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. ബർഗസിന്റെ അമ്മ കുറേയധികം നാളുകളായി ക്യാൻസർ ബാധിതയായിരുന്നു. ഇപ്പോൾ അസുഖം മൂർച്ഛിച്ചിരിക്കുകയാണ്. ക്ലെയിൻ ബർഗസിന്റെ ആവശ്യപ്രകാരം അമ്മയെ അവസാനമായൊന്ന് കാണിക്കുവാനായിരുന്നു ആശുപത്രിയിലേക്ക് അവനെ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അവിടെ എത്തി അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിക്കുമ്പോഴാണ് അവൻ ആ വേദനിപ്പിക്കുന്ന കാര്യം അറിയുന്നത്. അവൻ എത്തുന്നതിന് അല്പനേരം മുമ്പ് അവന്റെ അമ്മ മരണപ്പെട്ടു. ക്ലെയിനെ ഇമോഷണലി അത് വളരെയധികം ബാധിക്കുന്നതായിരുന്നു. പക്ഷേ ഒപ്പം തന്നെ മറ്റു പലതും അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്താൻ തുടങ്ങി. അന്ന് അവിടെ നിന്ന് ക്ലെയിനെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോകാൻ നേരം തന്നെ കൊണ്ടുവന്നിരുന്ന ഗാർഡുകളെ അടിച്ചിട്ട് ക്ലെയിൻ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അടുത്ത ദിവസം കെയ്ൻ ഒരു ബാറിലെത്തുന്നു. ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ സന്ദർശിക്കുന്ന ഒരു ബാറാണത്. എല്ലാവർക്കുമൊന്നും അകത്തേക്ക് പ്രവേശനമില്ല. ബൗൺസേഴ്സ് കെയ്നെ തടയുകയാണ്. പക്ഷേ കെയ്നുണ്ടോ നിൽക്കുന്നു. ബൗൺസേഴ്സിനെ അടിച്ചിട്ട് കെയ്ൻ അകത്ത് കടന്നു. ബാർടെൻഡർ ആയിട്ടുള്ള ബസ്സുമായി സംസാരിച്ച് ഡ്രിങ്കും വാങ്ങി കുടിച്ച് അവിടെ ഇരിക്കാൻ തുടങ്ങി. ആ സമയം ബാറിനകത്ത് കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരു മെമ്പർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിട്ടുണ്ട്. റൊക്ക് എന്നാണ് അയാളുടെ പേര്. അതുകൊണ്ട് തന്നെ ഏവരോടും സൂക്ഷിക്കണമെന്നും അജ്ഞാതനായിട്ടുള്ള ആരോ ആണ് റൊക്കിനെ കൊന്നതെന്നും അവർ പരസ്പരം സംസാരിക്കുവാണ്. അവിടെ ആ സമയം ട്യൂൺ എന്നു പേരുള്ള ഒരു ഗ്യാങ്സ്റ്ററും ഉണ്ടായിരുന്നു. ട്യൂണായിരുന്നു റുക്ക് കൊല്ലപ്പെട്ടപ്പോൾ റുക്കിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്ന് ട്യൂണിനടുക്കൽ ആ സമയം മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്. ട്യൂൺ പറയുന്നു, ഇന്നലെ ഞാനും റുക്കും കൂടി രാത്രി വൈകിയപ്പോ നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിലായിരുന്നു. അപ്പോ ദൂരെ നിന്നും ഒരാള് തലവഴി തുണിയൊക്കെ ഇട്ട് മുഖമൊന്നും വ്യക്തമാവാതെ കടന്നു വന്നു. അയാള് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു. ഒരു നിഴല് പോലെ അയാളെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അയാൾ ഇങ്ങനെ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടതും റുക്ക് അത് എന്താണെന്ന് നോക്കാൻ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അവിടെ എത്തിയതും അയാൾ റുക്കിനെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നെ എന്നെ കണ്ടതും അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. ട്യൂണിന്റെ ആ വിശദീകരണം കേട്ടതും മദ്യപിച്ച് അവിടെ ഇരിക്കുകയായിരുന്ന ക്ലെയിൻ ബർഗസ് വല്ലാത്തൊരു ചിരി ചിരിച്ചു. ട്യൂണും ഗ്യാങ്സ്റ്റേഴ്സും ചുമ്മാതിരിക്കുമോ, എന്താടോ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന മട്ടിൽ അവർ ക്ലെയിനിന് നേരെ തിരിഞ്ഞു. ഇയാളുടെ കള്ളക്കഥ കേട്ട് ചിരിച്ചതാ എന്ന് ക്ലെയിൻ മറുപടി പറയുകയും ട്യൂണിനെ അപമാനിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ക്ലെയിൻ ആരാണെന്ന് ഉടൻ ചോദ്യം വന്നു. താൻ ഈ ബാർ ഓണർ ലിങ്കന്റെ സുഹൃത്താണ് എന്നായിരുന്നു ക്ലെയിന്റെ മറുപടി. എല്ലാം അറിയാവുന്ന പോലെ ഒരുപാട് പറയുന്നുണ്ടല്ലോ, അന്ന് രാത്രി എന്താ സംഭവിച്ചത് എന്നെന്നാ നിങ്ങളങ്ങ് പറ എന്ന് ട്യൂൺ പറഞ്ഞതും ക്ലെയിൻ പറയാൻ തുടങ്ങി. ട്യൂൺ പറഞ്ഞതൊക്കെ ശരിയാണ്. റുക്ക് അങ്ങനെ അയാളുടെ അടുത്തേക്ക് വന്നു. അയാള് റുക്കിനെ കൊല്ലുകയും ചെയ്തു. പക്ഷേ അത് കണ്ട് ട്യൂൺ അയാളുടെ നേരെ വന്നപ്പോ അയാളല്ല പേടിച്ചോടിയത്, മറിച്ച് റുക്കിനെ കൊല്ലുന്ന കണ്ട് ഈ തള്ളൊക്കെ നടത്തിയ ട്യൂണായിരുന്നു വാണം വിട്ട പോലെ ഓടിക്കളഞ്ഞത്. മാത്രമല്ല റുക്കിനെ കൊന്നെന്ന് പറഞ്ഞല്ലോ അയാളില്ലേ, ആ അയാള് ഞാൻ തന്നെയാ. ക്ലെയിന്റെ ആ പറച്ചിൽ കേട്ടതും അവിടുള്ള ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഒന്ന് വിരളുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ഒരാള് കടന്നു വന്ന് ക്ലെയിനിനെ ആക്രമിക്കാൻ നോക്കുന്നു. ക്ലെയിൻ ഉടനടി അയാളെ അടിച്ച് താഴെയിട്ടു. പിന്നാലെ തന്റെ ഡബിൾ ബാരൽ ഷോട്ട് ഗൺ എടുത്ത് ആ ഗ്യാങ്സ്റ്റേഴ്സിനെ മുഴുവൻ ബന്ദിയാക്കി അവിടെ നിർത്താനും ആരംഭിക്കുവാണ്. ആ ബാറിന്റെ ഓണറായ അവരുടെയൊക്കെ നേതാവായ ലിങ്കൺ എവിടെയെന്ന് ക്ലെയിൻ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. കൃത്യസമയമായിരുന്നു അങ്ങോട്ടേക്ക് ലിങ്കന്റെ വലം കൈയായ ഹൈഡ് എന്ന വ്യക്തി കടന്നു വരുന്നത്. ക്ലെയിനെ സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒന്നൊത്തുതീർപ്പിലെത്തിക്കാൻ ഹൈഡ് ശ്രമിക്കുവാണ്. പക്ഷേ ക്ലെയിൻ ഹൈഡിന്റെ വാക്കിലൊന്നും വീഴുമായിരുന്നില്ല. കെയ്നെ അവിടെ കണ്ട് ഹൈഡും വല്ലാതൊന്ന് ഞെട്ടിയിരുന്നു. കാര്യം ക്ലെയിൻ ഇപ്പോ ജയിലിൽ ഉണ്ടാവേണ്ടതാണല്ലോ, എങ്ങനാ നീ ജയിലിൽ നിന്ന് ചാടിയത് എന്നുകൂടി അയാൾ ക്ലെയിനോട് ചോദിക്കുവാണ്. വൈകാതെ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നു. ക്ലെയിൻ അന്വേഷിക്കുന്ന ലിങ്കൻ എന്ന
ഗ്യാങ്സ്റ്റർ നേതാവ് യാഥാർത്ഥ്യത്തിൽ ക്ലെയിന്റെ സ്വന്തം ചേട്ടനാണെന്ന കാര്യം ക്ലെയിൻ ജയിലിലാവാൻ കാരണവും അവന്റെ ആ ചേട്ടൻ തന്നെയായിരുന്നു. അതിന്റെ കലിപ്പായിരുന്നു ക്ലെയിനിൽ നിറഞ്ഞു നിന്നിരുന്നത്. വല്ലാത്തൊരു പ്രതികാര ബുദ്ധി. ക്ലെയിൻ പിന്നാലെ അവിടുള്ള ഓരോരുത്തരോടും അവരുടെ ഫോണെടുത്ത് മാറ്റിവെക്കാനോ എറിഞ്ഞുകളയാനോ ആവശ്യപ്പെടുന്നു. ആ സമയം ഗ്യാങ്സ്റ്റർ സംഘത്തിലെ ഒരുവൻ ക്ലെയിനിനെ ആക്രമിക്കാൻ വെല്ലിയാളായി മുമ്പോട്ടേക്ക് ഓടി വരികയാണ്. പക്ഷേ ക്ലെയിനിനുണ്ടോ എന്തെങ്കിലും നോക്കാൻ വന്നവന്റെ മുട്ടിൽ തന്നെ ക്ലെയിൻ വെടിവെച്ച് അവനെ താഴെ വീഴ്ത്തി. അതോടെ മറ്റുള്ളവരൊക്കെ ഒന്ന് ഭയക്കുകയും ചെയ്തു. പിന്നാലെ ഹൈഡ് ക്ലെയിനിനടുക്കൽ റുക്കിന്റെ മരണത്തെപ്പറ്റി ചോദിക്കുവാണ്. ആ സമയം ക്ലെയിൻ ഒരു ബാഗ് എടുത്ത് ഗ്യാങ്സ്റ്റേഴ്സിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. ട്യൂൺ ആ ബാഗ് തുറന്നു. അതിനകത്ത് റുക്കിന്റെ കൈയായിരുന്നു ഉണ്ടായിരുന്നത്. ട്യൂൺ വല്ലാതെ ഭയപ്പെട്ടുപോയി. അപ്പോൾ മാത്രമാണ് ക്ലെയിൻ റുക്കിനെ കൊലപ്പെടുത്തി എന്നവരൊക്കെ പൂർണ്ണമായും വിശ്വസിക്കുന്നതും. എല്ലാ ഗ്യാങ്സ്റ്റേഴ്സിനോടും മിണ്ടാതെ കസേരകളിൽ ഇരിക്കാൻ ക്ലെയിൻ പറയുകയും ബാർടെൻഡർ ബസ്സിനടുക്കൽ എല്ലാവർക്കും ഒരു ഡ്രിങ്ക് കൊടുക്കാൻ ക്ലെയിൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഹൈഡ് അതിന്റെ പണം തന്നേക്കും എന്നും ക്ലെയിൻ പറയുന്നുണ്ട്. അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത ഹൈഡ് പറഞ്ഞു, ജയില് നിന്നെ വല്ലാത്തൊരു ഭീകര മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ട്. ഹൈഡിന്റെ മുമ്പിലേക്ക് ക്ലെയിൻ കടന്നു വന്നു നിന്നു. ജയിലല്ല, നീയും എന്റെ ചേട്ടൻ ലിങ്കനും കൂടിയാ എന്നെ ഇങ്ങനാക്കിയത്. പിന്നാലെ ഹൈഡിന് ഫോൺ കൊടുത്ത് ക്ലെയിൻ ഒരു കാര്യം പറഞ്ഞു. റുക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ ലിങ്കനെ ആ ബാറിലേക്ക് വിളിച്ചു വരുത്താനായിരുന്നു അത്. താൻ ഇവിടുള്ള കാര്യം ലിങ്കൺ അറിയരുത് എന്നും പ്രത്യേകം ഹൈഡിനെ ക്ലെയിൻ വാൺ ചെയ്തിരുന്നു. തന്റെ ജീവനിൽ കൊതിയുണ്ടായിരുന്ന ഹൈഡപ്പോൾ ക്ലെയിൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുവാണ്. ലിങ്കണ് ഫോൺ ചെയ്ത് കാര്യങ്ങൾ വിശദീകരിച്ച് ബാറിലേക്ക് വരാൻ ഹൈഡ് പറഞ്ഞു. കഥ അവിടെ നിന്നും ക്ലെയിന്റെ ഓർമ്മകളിലേക്ക് കടക്കുകയാണ്. ഒരു ഫ്ലാഷ് ബാക്ക് ആരംഭിക്കുന്നു. പണ്ട് ക്ലെയിൻ ഒരു സാധാരണക്കാരനായിരുന്നു. ആരെയും ഉപദ്രവിക്കാനൊന്നും ആഗ്രഹമില്ലാത്ത, മാർഷൽ ആർട്സ് ഒക്കെ അറിയാവുന്ന, ബോക്സിംഗിൽ മത്സരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അങ്ങനെയിരിക്കെ ഒരു സമയം ക്ലെയിന്റെ കരിയറിൽ മോശം കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. തുടർച്ചയായ പരാജയങ്ങൾ വന്നു. ക്ലെയിനിനെ പ്രതീക്ഷിച്ച് ക്ലെയിന്റെ ചേട്ടൻ ലിങ്കണും കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സും കൂട്ടുകാരും ഒക്കെ ചേർന്ന് അവന്റെ മേൽ വലിയ ബെറ്റൊക്കെ കെട്ടിയിരുന്നു. അവർക്കതിൽ വലിയ നഷ്ടം വരികയും ചെയ്തു. അതോടെ ഗ്യാങ്സ്റ്റേഴ്സിന്റെയും കൂട്ടുകാരുടെയും ഇടയിൽ ക്ലെയിന്റെ ചേട്ടൻ ലിങ്കന് അത് കുറച്ച് അപമാനമായി മാറുകയാണ്. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ക്ലെയിൻ ഒരു ദിവസം ചേട്ടനെ കാണാൻ എത്തുന്നത്. ചേട്ടനെന്ന് കൂട്ടുകാർക്കൊപ്പം ചൂത് കളിക്കുകയായിരുന്നു. ചേട്ടന്റെ അടുത്തു നിന്ന് കുറച്ച് പണം സഹായം ചോദിക്കാനായിരുന്നു ക്ലെയിൻ എത്തിച്ചേർന്നിരുന്നത്. വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു ബോക്സിംഗ് ജിമ്മ് വിൽക്കാൻ പോകുന്നുണ്ടെന്നും അത് വാങ്ങാൻ തന്നെ സഹായിക്കണമെന്നും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ ഉണ്ടാകും എന്നുമൊക്കെ ക്ലെയിൻ സാധാരണഗതിയിൽ എന്ന പോലെ ചേട്ടനോട് പറയുകയാണ്. പക്ഷേ ചേട്ടൻ ലിങ്കൺ ക്ലെയിന് പണം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ക്ലെയിൻ ഒരുപാട് ആവശ്യപ്പെട്ടെങ്കിലും അവന് വേണ്ടി ബിസിനസിന്റെ റോളൊന്നും മാറ്റാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു ലിങ്കൺ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ ക്ലെയിൻ എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ ലിങ്കൺ അവനെ വിളിച്ചിരുത്തി ഒരു കാര്യം പറഞ്ഞു. നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്താൽ നീ എന്റെ സഹോദരനായതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ പണം തരാം. പക്ഷേ തരാൻ പോകുന്ന ജോലി എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം പിടിച്ചതായിരിക്കും എന്ന് ക്ലെയിൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതവന് പറ്റില്ല എന്ന് ക്ലെയിൻ പറയുവാണ്. പക്ഷേ അവന്റെ ചേട്ടൻ അവനെ നിർബന്ധിച്ചു. ചെറിയൊരു പരിപാടിയേ ഉള്ളൂ, അത്ര വലിയ വിഷയമൊന്നുമില്ല, ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒന്നാ, നീ ആലോചിച്ച് തീരുമാനിക്ക്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ക്ലെയിൻ അതിന് തയ്യാറാകുവാണ്. കാരണം മുമ്പോട്ടുള്ള ജീവിതത്തിന് ആ ജിമ്മ് കിട്ടിയേ പറ്റൂ. അങ്ങനെ ലിങ്കൺ ക്ലെയിനിനെ തന്റെ വലങ്കയ്യായ ഹൈഡിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ക്ലെയിൻ ഹൈഡിനടുക്കൽ ചെന്നു എന്താണ് കാര്യമെന്ന് ചോദിച്ചറിയുകയും ചെയ്തു. ഹൈഡ് ഒരു സ്ത്രീയുടെ ഫോട്ടോ ക്ലെയിന് കാണിച്ചു കൊടുത്തു. ആ സ്ത്രീയുടെ പക്കൽ ഒരു ബാഗ് ഉണ്ടാകും. ആ ബാഗ് കൊടുക്കേണ്ടത് നീ തന്നെയാണ്. ആ ബാഗുമായി ആ സ്ത്രീ പോകുമ്പോൾ നീ അവളെ പിന്തുടരണം. എന്നിട്ട് സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരിടത്ത് വെച്ച് ആ ബാഗ് തട്ടിപ്പറിച്ച് ഓടി രക്ഷപ്പെടുകയും അത് തിരികെ എന്റെ കയ്യിൽ കൊണ്ടേൽപ്പിക്കുകയും വേണം. ആ ബാഗിൽ എന്താണ് ഉണ്ടാവുക എന്ന് ക്ലെയിൻ ചോദിച്ചെങ്കിലും അത് വിട്ടുപറയാൻ ഹൈഡ് തയ്യാറായില്ല. എന്തായാലും നിനക്കൊരു പ്രശ്നവും വരില്ല എന്നു മാത്രമായിരുന്നു ഹൈഡ് അവനോട് പറഞ്ഞത്. ക്ലെയിൻ വൈകാതെ തന്റെ ദൗത്യത്തിന് പുറപ്പെടുകയാണ്. ഒരിടത്ത് മറഞ്ഞു നിന്ന് കാര്യങ്ങൾ നല്ലപോലെ നടത്തിയ ശേഷം ആ സ്ത്രീയെ അവൻ വാച്ച് ചെയ്തു. ഒരു ഘട്ടത്തിൽ ആ സ്ത്രീയുടെ ബാഗ് തട്ടിപ്പറിച്ച് ക്ലെയിൻ ഓടുവാണ്. പക്ഷെ ആ സ്ത്രീയും അലറി വിളിച്ച് ക്ലെയിന്റെ പിന്നാലെ ഓടി വന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഓടുന്ന വഴിയിൽ പാഞ്ഞു വന്നൊരു കാറിടിച്ച് ആ സ്ത്രീ കൊല്ലപ്പെടുന്നു. അതോടെ ക്ലെയിൻ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുവാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമായിരുന്നു
ക്ലൈന്റെ മേൽ ആരോപിക്കപ്പെട്ടത്. കൊല്ലപ്പെട്ട സ്ത്രീക്ക് 3 മക്കളും 2 പേരക്കുട്ടികളുമുണ്ട്. 49 വയസ്സാണ് അവർക്ക്. ഒരു സ്കൂളിൽ അവരൊരു ന്യൂട്രീഷൻ ഓഫീസറായി ജോലി നോക്കുകയായിരുന്നു. വേറെ ക്രിമിനൽ പശ്ചാത്തലമോ ബന്ധങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ക്ലൈനെ അല്പം ഞെട്ടിക്കുന്നതായിരുന്നു. അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനുമിടയിൽ ഇൻവെസ്റ്റിഗേറ്റർ ക്ലൈനടുക്കൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ആ ബാഗിനകത്ത് നിറയെ പണമായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. ഡിറ്റക്റ്റീവ് ഒഹാറയായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. ഒഹാറ തന്റെ ഊഹങ്ങൾ കൂടി ക്ലൈനോട് പങ്കുവയ്ക്കുവാണ്. ഇതിന്റെ മുഴുവൻ പിന്നിലുള്ളത് ലിങ്കണും സംഘവുമാണ്. വട്ടിപ്പലിശക്കാരനായ ലിങ്കന് ഇതിനു പിന്നിൽ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടാകാം. നീ അത് സമ്മതിക്കുന്നുണ്ടോ? നിന്റെ ചേട്ടനെ കാണിച്ചു തരാൻ നീ തയ്യാറാണോ? പക്ഷേ തന്റെ സഹോദരനെ ഒറ്റുകൊടുക്കാൻ ക്ലൈൻ ഒരുക്കമായിരുന്നില്ല. താനൊരു മോഷ്ടാവാണെന്നും താൻ അവരുടെ ബാഗ് മോഷ്ടിച്ചതാണെന്നും ക്ലൈൻ അങ്ങ് സമ്മതിക്കുവാണ്. അതിന്റെ പേരിൽ മറ്റൊരു ഓഫീസർ സർജന്റ് ഇവാൻസിൽ നിന്ന് ക്ലൈന് വലിയ തോതിൽ മർദ്ദനവും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അതൊക്കെയും ക്ലൈൻ തന്റെ സഹോദരനെയും സംഘത്തെയും ഒക്കെയോർത്ത് ക്ഷമിക്കുക തന്നെ ചെയ്തു. തല്ലുകൊണ്ടിട്ടും അവനൊന്നും ഒറ്റുകൊടുത്തതേയില്ല. ശേഷം ക്ലൈനിനെ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കുവാണ്. ക്ലൈൻ മാറ്റപ്പെട്ടത് അവിടുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു ജയിലിലേക്കായിരുന്നു. പക്ഷേ ജയിലിലെത്തിയ കെയ്നിന് അവിടെ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങളെ എതിരിടേണ്ടി വന്നത്. വന്നപാടെ വലിയ കാരണങ്ങളൊന്നുമില്ലാതെ അവിടുത്തെ കരുത്തരായ പ്രിസണേഴ്സുമായി കെയ്ൻ ഏറ്റുമുട്ടേണ്ടി വരികയാണ്. അതിനിടയിൽ കെയ്ന് കത്തിക്കുത്തടക്കം കിട്ടുന്നുണ്ട്. അവന്റെ പല്ലുകൾ അവനെ ആക്രമിച്ചവർ തകർത്തു കളഞ്ഞു. സാരമായി പരിക്കുപറ്റിയ കെയ്നിനെ അന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അവിടെ വെച്ച് അവന് വെപ്പുപല്ലുകൾ വെക്കേണ്ട വന്നു. അവന്റെ മുഖം തന്നെ ആ വെപ്പുപല്ലുകളോടെ വല്ലാതെ വിചിത്രമായി തോന്നുകയാണ്. വൈകാതെ കെയ്ൻ അല്പം സുഖപ്പെട്ടു വരാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു അവന്റെ അമ്മ അവനെ ജയിലിൽ കാണാനെത്തുന്നത്. കെയ്ൻ ആവശ്യമില്ലാത്ത പ്രവൃത്തിയിലൊക്കെ പെട്ട് അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയല്ല എന്നവന്റെ അമ്മയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. കെയ്നോടൊന്ന് സംസാരിക്കുമ്പോൾ അപ്പീൽ കൊടുക്കാനും മറ്റും എന്റെ കയ്യിൽ പണമൊന്നുമില്ല മോനെ എന്നവർ പറയുകയാണ്. ലിങ്കനോട് ചോദിച്ചില്ലേ അമ്മേ എന്ന് കെയ്ൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ കെയ്ൻ ജയിലിലായതിനു ശേഷം ഒന്നും തന്നെ ലിങ്കൺ അമ്മയോട് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അമ്മ മറുപടി പറഞ്ഞത്. താൻ ലോക്കാക്കപ്പെടുകയാണോ എന്ന് കെയ്ൻ ആദ്യമായി സംശയം തോന്നിയ നിമിഷം എന്തു വന്നാലും തന്നെ രക്ഷപ്പെടുത്തും എന്ന് വാക്ക് തന്നിരുന്ന ചേട്ടൻ ലിങ്കൺ ഇപ്പോൾ ഒന്നും ചെയ്യാതെ കൈയൊഴിയുന്നു. ചേട്ടനെ തനിക്കൊന്ന് കാണണം, അമ്മ ചേട്ടനോടിത് പറയണം എന്ന് കെയ്നെന്ന് അമ്മയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലിങ്കൺ ജയിലിലേക്ക് വന്നതേയില്ല. കെയ്ൻ ജയിലിൽ നിന്നും പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. തന്നെ ആക്രമിക്കുന്നവരെ ജീവൻ നിലനിർത്താൻ എതിരിട്ടേ പറ്റൂ എന്നും അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ വീണ്ടും കെയ്ൻ ജയിലിൽ വെച്ച് ആക്രമിക്കപ്പെടുകയാണ്. പരിക്കേറ്റ് അവന്റെ മുഖത്ത് പാടുകളും മറ്റും വരാൻ തുടങ്ങി. ഒരിക്കൽ ജഡ്ജിനടുക്കൽ തന്റെ ജയിൽ മാറ്റിത്തരണം എന്നുവരെ അവൻ അപേക്ഷിച്ചെങ്കിലും അതൊന്നും നടപ്പാവുക പോലും ചെയ്തില്ല. പ്രതിരോധത്തിനായാണ് അവൻ ഫൈറ്റ് ചെയ്തതെന്ന് വാദിച്ചെങ്കിലും ജയിലിൽ ആക്രമണം നടത്തി എന്ന പേരിൽ അവന്റെ തടവ് വർദ്ധിപ്പിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് കെയ്ന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. ജയിലിൽ തന്നെ ആക്രമിക്കുന്നവരോട് ഒരു ദയയുമില്ലാതെ അവൻ തിരിച്ചടിച്ചു. ഒരിക്കൽ അത്തരത്തിൽ ആക്രമിച്ച വ്യക്തിയെ അവനടിച്ച് താഴെയിട്ടു. അയാളോട് എന്തിനാണ് തന്നെ ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്നതിനെപ്പറ്റി അവൻ തിരക്കുവാണ്. അപ്പോഴാണ് ആ കാര്യം അറിയുന്നത്. ജയിലിൽ വെച്ച് കെയ്നെ കൊല്ലുവാൻ അവനെ വകവരുത്തുവാൻ അവന്റെ ചേട്ടൻ ലിങ്കൻ 20,000 പൗണ്ട് ഓഫർ വെച്ചിട്ടുണ്ടത്രേ. തന്നെ ചേട്ടൻ രക്ഷപ്പെടുത്തും എന്ന് ചിന്തിച്ചിരുന്ന ക്ലൈന് അത് വലിയ ഷോക്കായിരുന്നു. ജയിലിൽ വെച്ച് തന്നെ ചേട്ടൻ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. അത് ക്ലൈനെ ഭ്രാന്തനാക്കി മാറ്റി. അതോടെ തന്നെ എതിരിടാൻ വരുന്നവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ക്ലൈൻ തിരികെ മർദ്ദിച്ചു. മുറിവുകൾ ക്ലൈന്റെ മുഖത്ത് വർദ്ധിച്ചു വന്നു. പക്ഷേ ജയിലിലുള്ള ആർക്കും തന്നെ അവനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം അവൻ അത്ര വലിയ ക്രൂരനായൊരു മോൺസ്റ്ററായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ജയിലിൽ തന്നെ ശിക്ഷ വർദ്ധിപ്പിക്കപ്പെട്ട് 3 കൊല്ലത്തോളം കടന്നു പോകുവാണ്. അങ്ങനെയിരിക്കെ ക്ലൈന്റെ അമ്മ വീണ്ടും അവനെ കാണാനെത്തുന്നു. തനിക്ക് ക്യാൻസർ ആണെന്നും കുറെ നാളുകളായി ട്രീറ്റ്മെന്റിലാണെന്നും ചേട്ടൻ ലിങ്കനാണ് അതിന് പണം തരുന്നതെന്നും അമ്മ ക്ലൈനോട് പറയുകയാണ്. അമ്മയോട് ലിങ്കണെപ്പറ്റി പറയാനിരുന്ന കാര്യങ്ങൾ അതോടെ ക്ലൈൻ വിഴുങ്ങുന്നു. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അമ്മ ചേട്ടൻ തന്നെ ജയിലിലാക്കിയ കാര്യമൊന്നും അറിയണ്ടെന്ന് ആ സമയം അവന് തോന്നിയിരിക്കണം. അമ്മ വെറുതെ വിഷമിക്കണ്ടല്ലോ. മാത്രമല്ല അമ്മയുടെ ആശുപത്രി ചികിത്സകൾ നോക്കുന്നത് ലിങ്കൺ തന്നെയാണ് താനും. കീമോതെറാപ്പി തുടങ്ങുന്നതിനാൽ ഇനി തനിക്ക് ജയിലിൽ വന്ന് അവനെ കാണാൻ പറ്റില്ല എന്ന് പറയാനായിരുന്നു അമ്മ എത്തിയത്. പരസ്പരം സംസാരിച്ച് അന്നവന്റെ അമ്മ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ജയിലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്ന ഡിറ്റക്റ്റീവ് ഒഹാറ വീണ്ടും ലിങ്കണെ ഒറ്റുകൊടുക്കുവാൻ അവനെതിരെ സാക്ഷി പറയുവാൻ പറഞ്ഞ് ക്ലൈൻ അടുക്കലേക്ക് എത്തുകയാണ്. ക്ലൈൻ ബർഗസ് അതിന് സമ്മതം അറിയിച്ചു. പക്ഷെ ഒരു കണ്ടീഷനും വെച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തന്റെ അമ്മയെ കാണുവാൻ ഒഹാറ സഹായിക്കണം. അങ്ങനായിരുന്നു
ക്ലെയിൻ ആശുപത്രിയിൽ എത്തുന്നതും അമ്മ മരിച്ച വിവരം അറിഞ്ഞ ശേഷം പ്രതികാരം തീർക്കുവാൻ വേണ്ടി തിരികെ പോകുന്ന വഴിയിൽ ഗാർഡുകളെ അടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. സമയം രാത്രിയോടടുത്തിരുന്നു. ലിങ്കണും സംഘവും അപ്പോഴായിരുന്നു ബാറിലേക്ക് എത്തുന്നത്. അവിടെ കെയ്നെ കണ്ട് ലിങ്കൺ അതിശയപ്പെട്ടു. ലിങ്കണെയും കെയ്ൻ തോക്ക് ചൂണ്ടി വിരട്ടാൻ തുടങ്ങി. ലിങ്കൺ പറഞ്ഞു, നീ പുറത്തെത്തിയല്ലോ, ഇനി ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം. പക്ഷേ ലിങ്കന്റെ വാക്കുകളിൽ മയങ്ങുന്ന പഴയ ക്ലെയിനായിരുന്നില്ല അത്. തന്നെ കൊല്ലാൻ ചേട്ടൻ പണം പ്രഖ്യാപിച്ചിരുന്നു, ഉത്തരവ് കൊടുത്തിരുന്നു എന്ന് അവൻ അറിയണമായിരുന്നു. നീ എന്റെ ആളുകളെ കൊന്നു, ഇത്ര നേരം ഇവരെ ബന്ദിയാക്കി, എല്ലാത്തിനും ഇത് ഈക്വലായിട്ടുണ്ട്. ലിങ്കൺ പറഞ്ഞതും ക്ലെയിൻ വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ ജയിലിൽ അനുഭവിച്ചതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അവരെന്നെ 6 തവണ കുത്തി, എന്റെ പല്ലുകൾ നശിപ്പിച്ചു, എന്റെ മുഖത്ത് തുന്നിക്കെട്ടലുകൾ കണ്ടോ? വെറും കൈകൊണ്ട് തന്നെ ജയിലിനകത്ത് ഞാൻ എത്ര പേരെ കൊന്നെന്നറിയാമോ? ലിങ്കൺ അവനോട് സമാധാനത്തിലാവാൻ പറഞ്ഞു. ജയിൽ അവനെ ക്രൂരനായ ഒരു കൊലപാതകിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നും കൂട്ടിച്ചേർത്തു. ജയിലല്ല, നിങ്ങളാണ് ഒക്കത്തിനും കാരണം, നിങ്ങളാണ് എന്നെ കൊലപാതകിയാക്കിയത് എന്നായിരുന്നു ക്ലെയിന്റെ മറുപടി. പിന്നാലെ താൻ തന്നെയാണ് ക്ലെയിനെ കൊല്ലാൻ ജയിലിലേക്ക് ആളെ അയച്ചത്, അവർക്ക് ഓഫർ കൊടുത്തത് എന്നുള്ള കാര്യം ലിങ്കൺ സമ്മതിക്കുവാണ്. പക്ഷേ അത് ക്ലെയിൻ തങ്ങളെ ചതിക്കാതിരിക്കാനും തങ്ങൾക്കെതിരെ സാക്ഷി പറയാതിരിക്കാനുമാണെന്നും ക്ലെയിൻ തങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞു എന്ന തരത്തിൽ പോലീസിൽ നിന്നുള്ള വിവരം തങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് താൻ അത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നുമായിരുന്നു ലിങ്കന്റെ വാദം. എന്നെ തല്ലി ചതച്ചിട്ട് പോലും നിങ്ങളെ ഞാൻ ഒറ്റുകൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് ക്ലെയിൻ ആ സമയം പറയുവാണ്. ഇല്ല, നീ നുണയാണ് പറയുന്നേ. എന്റെ അടുത്ത് ഇത് പറഞ്ഞത് സർജന്റ് ഇവാൻസ് ആയിരുന്നു. നീ ഫോൺ താ, അയാളെ ഇവിടെ വിളിച്ചു വരുത്താം, സത്യം എന്താണെന്ന് അപ്പോൾ അറിയാമല്ലോ എന്ന് ലിങ്കൺ ക്ലെയിനോട് പറയുവാണ്. പക്ഷേ ക്ലെയിൻ പറഞ്ഞു, നിങ്ങൾ ഇനി അയാളെ ഫോൺ ചെയ്താലും അയാൾ ഫോൺ എടുക്കില്ല. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയതും ക്ലെയിൻ ആദ്യം പോയത് തന്നെ ആദ്യമേ തല്ലിച്ചതച്ച് ഓഫീസർ ഇവാൻസിന്റെ പിന്നിലായിരുന്നു. ഓഫീസർ ഇവാൻസിനെ ഒഴിഞ്ഞ ഒരിടത്തു വെച്ച് ക്ലെയിൻ മർദ്ദിച്ചു. ഇവാൻസിൽ നിന്ന് തന്നെ ഇവാൻസ് ആണ് ലിങ്കിനടുക്കൽ താൻ ചതിച്ചു, ഒറ്റുകൊടുത്തു എന്ന് കള്ളം അറിയിച്ചത് എന്ന് ക്ലെയിൻ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അവിടെ വെച്ച് തന്നെ ക്ലെയിൻ ഇവാൻസിനെ വകവരുത്തിയിരുന്നു. ഫ്ലാഷ് ബാക്ക് പ്രസന്റിലേക്ക് വരുമ്പോൾ ക്ലെയിൻ പറഞ്ഞു കേട്ട് ലിങ്കൺ പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, ഒക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, എന്ത് കാര്യങ്ങളും പറഞ്ഞു തീർക്കാം. അവരുടെ സംസാരം അവിടെ നിന്നും ക്ലെയിൻ ജയിലിൽ പോവാൻ കാരണമായ വണ്ടിയിടിച്ച് കൊല്ലപ്പെട്ട സ്ത്രീയിലേക്ക് തിരിയുന്നു. എന്താണ് അന്നവിടെ സംഭവിച്ചത് എന്ന് ക്ലെയിൻ അറിയണമായിരുന്നു. ആ സമയം ഹൈഡായിരുന്നു മറുപടി പറഞ്ഞത്. ലോൺ ഷാർക്കായ ലിങ്കണും സംഘവും ചെയ്തു പോന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത്. പണമെടുത്ത് അത് തിരികെ അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്നും ഒരാളെ കണ്ടെത്തും, അവർക്കൊരു ടാസ്ക് കൊടുക്കും. തങ്ങൾ പറയുന്ന പോലെ പണം മറ്റൊരിടത്തെത്തിച്ചാൽ അവരുടെ കടം ഒഴിവാക്കി കൊടുക്കാമെന്ന്. മിക്കവരും കടമടച്ച് തീരാറായവരായിരിക്കും. പെട്ടെന്ന് കടം തീരുമല്ലോ എന്ന് കരുതി അവർ ആ ടാസ്ക് ഏറ്റെടുക്കും. അവർ അങ്ങനെ കൊടുക്കുന്ന പണം അവരുടെ ആളെ തന്നെ വെച്ച് അവർ തന്നെ മോഷ്ടിച്ചെടുക്കുകയും ചെയ്യും. അതോടെ പണം കൊണ്ടുപോയ അവരുടെ കസ്റ്റമറായിട്ടുള്ള വ്യക്തിയുടെ മേൽ ആ പണത്തിന്റെ കടക്കണി കൂടി വന്നു ചേരും. അങ്ങനെ ആളുകളെ ട്രാപ്പ് ചെയ്ത് പലിശ പിരിച്ചെടുത്തായിരുന്നു അവരുടെ ബിസിനസ് പോയിരുന്നത്. ഇതൊക്കെ പറഞ്ഞ ഹൈഡ് അന്ന് വണ്ടിയിടിച്ച് മരിച്ച് ആ സ്ത്രീയെ അപമാനിച്ച് സംസാരിക്കുക കൂടി ചെയ്തതോടെ ക്ലെയിന് ദേഷ്യം ഇരച്ചു കയറുകയും ആ നിമിഷത്തിൽ തന്നെ ക്ലെയിൻ ഹൈഡിനെ വെടിവെച്ച് കൊല്ലുകയുമാണ്. ക്ലെയിൻ പിന്നാലെ ഒരു കാര്യം ലിങ്കണോട് വെളിപ്പെടുത്തുന്നു. ലിങ്കന്റെ അക്കൗണ്ടന്റിന്റെ അടുക്കൽ താൻ പോയിരുന്നെന്നും അയാളെ ഭീഷണിപ്പെടുത്തി ലിങ്കന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം മുഴുവനും അവൻ കടം കൊടുത്ത് പലിശ പണം പിരിച്ചിരുന്ന പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്ത് അവരെ കടക്കണിയിൽ നിന്ന് ഒഴിവാക്കി എന്നുമായിരുന്നു അത്. അത് കേട്ടതും ലിങ്കന്റെ ദേഷ്യവും മാളിക്കത്തിയിരുന്നു. ഇവിടെ നിന്ന് നീ ജീവനോടെ പുറത്തു പോകില്ല എന്ന് ലിങ്കം പറയുവാണ്. പെട്ടെന്ന് ബസ് പിന്നിൽ നിന്നും ഒരു ഗ്ലാസ് വെച്ച് കെയ്ന്റെ തലക്കടിച്ചു. അതോടെ അവിടെ ഒരു ഫൈറ്റ് ഉടലെടുക്കുകയായിരുന്നു. നീ
നീണ്ട ഫൈറ്റിനൊടുവിൽ കെയ്ൻ തന്നെ ലിങ്കന്റെ ആളുകളെ മുഴുവൻ വകവരുത്തി ബെസ്സും ലിങ്കണും മാത്രമായിരുന്നു ഒടുവിൽ ബാക്കിയായത്. പക്ഷേ ആ ഘട്ടത്തിലും ലിങ്കന്റെ കയ്യിൽ തോക്ക് കിട്ടുകയും ലിങ്കൺ തോക്കെടുത്ത് ക്ലൈന് നേരെ ചൂണ്ടുകയും ചെയ്തു. ആ സമയം ലിങ്കൺ പറഞ്ഞു, ആ ഓഫീസർ വന്ന് നീ എന്നെ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ കൊല്ലാൻ ആളുകളെ ജയിലിൽ ഏർപ്പാടാക്കിയത്. ബോക്സിംഗിൽ പരാജയപ്പെട്ട് ആദ്യം നീ എന്നെ അപമാനിച്ചു, വീണ്ടും ഒരു മിഷൻ തന്നപ്പോൾ അതിലും പരാജയപ്പെട്ട് എല്ലാവരുടെയും മുന്നിൽ എന്നെ കൊച്ചാക്കി മാറ്റി. നീ കാരണം അപമാനങ്ങൾ മാത്രമായിരുന്നു എനിക്ക് വന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാ ഞാൻ നിന്നെ കൊല്ലാൻ ആളെ അയച്ചത്. പിന്നാലെ ലിങ്കൺ കെയ്ന് നേരെ ട്രിഗർ വലിച്ചെങ്കിലും ആ തോക്കിൽ വെടിയുണ്ടകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം വൈകിയില്ല. ഏറ്റുമുട്ടലുകളുടെ അവസാനം കെയ്ൻ ലിങ്കനെ കൊന്നു. ബെസ്സിനെ മാത്രം ജീവനോടെ വെറുതെ വിട്ട് ബാറിൽ നിന്നും തന്റെ പ്രതികാരം പൂർണ്ണമായെന്ന സന്തോഷത്തിൽ കെയ്ൻ ഇറങ്ങി വരുന്നു. തന്റെ തെറ്റിന് താൻ പ്രായച്ചിത്തം ചെയ്തെന്നും ഒരുപാട് ആളുകളെ കടക്കെണിയിൽപ്പെടുത്തി ആത്മഹത്യയുടെ വക്കിൽ വരെ കൊണ്ടെത്തിച്ച് കടക്കെണിയുടെ പ്രശ്നം താൻ സോൾവ് ചെയ്തെന്നും അവൻ ആശ്വസിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.